അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിലെടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് നടി ശ്വേതാ മേനോൻ. അമ്മ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നാണ് ഹർജിയിൽ ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഇപ്പോഴുള്ള ഈ കേസ് അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വിമർശനം ശ്വേത ഉയർത്തുന്നുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. എഫ്ഐആർ റദ്ദാക്കണം, അടിയന്തരമായി റദ്ദാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ആൻമരിയ? ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് വന്ന സമയത്ത് തന്നെ നടി ശ്വേതാ മേനോൻ പറയുന്നുണ്ടായിരുന്നു, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നത് ശ്വേതാ മേനോൻ കൃത്യമായിട്ട് അത് പറയുന്നുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ മാത്രമല്ല, ഈ സംഘടനയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടും, അത് മാത്രമല്ല ഈ സ്ത്രീകൾ ഈ മുൻപന്തിയിലേക്ക് വരുന്നത് അത് ആണ് ഈ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള കേസ് വരുന്നത് എന്ന് ഈ സംഘടനയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് നീക്കമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം ശ്വേതാ മേനോൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ശ്വേതാ മേനോൻ ഹർജി നൽകിയിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കണമെന്നും ഇതിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഉണ്ണി കാപ്പനാണ് ഈ ശ്വേതാ മേനോന്റെ വക്കീല്. ഈ കേസ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 1:45 തന്നെ കേസ് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇന്നലെ ആ പരാതി വന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, തീർത്തും കഴമ്പില്ലാത്തൊരു പരാതി എന്ന് ആ പരാതി വായിക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ഈ കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ അത് അന്വേഷണം തന്നെ മുന്നോട്ട് പോകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആദ്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ ശ്വേതാ മേനോൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഹൈക്കോടതിയെ സമീപിക്കും, ഇന്ന് ഉച്ചയ്ക്ക് അതിലൊരു ഹർജി പരിഗണിക്കും, ശേഷം അതിനൊരു പ്രതികരണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന് ആദ്യഘട്ടത്തിൽ ശ്വേതാ മേനോന്റെ പ്രതികരണം നമ്മൾ ചോദിക്കുമ്പോൾ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന് ചട്ടവിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പരാതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി യാതൊരു തരത്തിലുള്ള ബന്ധത്തിലേക്ക് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതികരണം, ശ്വേതാ മേനോന്റെ പ്രതികരണവും ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനകത്ത് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും നമുക്ക് ഒരിക്കലും നമുക്ക് പോലും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളും ആ പരാതിയിൽ പറയുന്നുണ്ട്. കാരണം സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകളാണ് അദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ പാലേരി മാണിക്യം, കളിമണ്ണ് പോലെയുള്ള സിനിമകളാണ് ആ പരാതിക്കാരൻ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ, അമ്മയിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. മാത്രമല്ല ഈ ശ്വേതാ മേനോനെതിരെ ദേവനുമാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ ദേവനും ഈ ശ്വേതാ മേനോന് പൂർണ്ണ പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഈ ഹർജി പരിഗണിക്കും. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അൻവരെ, ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പല ചിത്രങ്ങളും നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളാണ്. അത് മോണിറ്റർ ചെയ്യേണ്ട സംവിധാനം എന്നുള്ള നിലയിൽ അത് സെൻസർ ബോർഡ് പരിശോധിച്ചതാണ്, അതിന് അനുമതി നൽകിയതാണ്, അത് റിലീസായി പിന്നീട് ജനങ്ങളൊക്കെ കാണുകയും ഒരുപാട് കാലമായ ചിത്രങ്ങളാണ്. അതാണിപ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ സമയം ഒരു പരാതിയായി വരുന്നത് ഇങ്ങനെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ അമ്മയിലെ ചില താരസംഘടനയിലെ ചില പ്രശ്നങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ട് എന്നുള്ള ശ്വേതാ മേനോന്റെ വാദം, അതിൽ ഒരു കഴമ്പ് കാണാൻ കഴിയുമല്ലോ ആൻമരിയ സണ്ണി? തീർച്ചയായിട്ടും. കാരണം ഇനി തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 15-നാണ് അമ്മ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധിയായിട്ടുള്ള ആരോപണ വിധേയർ ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറയുന്നു. പിന്നീട് ചില ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നമ്മൾ കണ്ടതാണ്. പിന്നീട് സ്ത്രീകൾ അതിന്റെ തലപ്പത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ചില പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ അത് പറയുന്നുണ്ടായിരുന്നു. അവർ ഈ സ്ത്രീകൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ പ്രത്യേക പരിഗണനയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ രീതിയിൽ വരുന്ന കേസുകൾ എന്നവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരു കേസായിട്ട് അവർ പറഞ്ഞത് ഈ കുക്കു പരമേശ്വരനെതിരെ വന്ന മെമ്മറി കാർഡ് വിവാദം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വരുന്നതും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ വന്നിരിക്കുന്ന ശ്വേതാ മേനോനെതിരായിട്ടുള്ള ഈ കേസ്, അതിൽ പറഞ്ഞിരിക്കുന്ന ചില സിനിമകൾ, അത് റീജിത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് മുൻപുള്ള സിനിമകളാണ്. പലവട്ടം കണ്ട, അല്ലെങ്കിൽ ഈ പാലേരി മാണിക്യം എന്ന് പറയുന്ന സിനിമ ശ്വേതാ മേനോൻ അവാർഡ് വരെ നൽകിയിട്ടുള്ള ഒരു സിനിമയാണ് പാലേരി മാണിക്യം പോലെയുള്ള സിനിമകൾ. അപ്പോൾ ഈ രീതിയിൽ വരുന്ന സിനിമകൾക്കെതിരെ സെൻസർ
സെൻസർ ചെയ്ത സിനിമകൾക്കെതിരെയൊക്കെ ഒരു പരാതിയുമായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ അതിനകത്ത് തീർത്തും കഴമ്പില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ സംഘടനയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ മുൻപോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ ഒരു പരാതി അതിനെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ശ്വേതാ മേനോൻ ഉള്ളത്. അതോടൊപ്പം തന്നെ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സംഘടനയിലെ ഒരു വിഭാഗത്തിന്റെയും തീരുമാനം. ശരി, ആൻ മരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചു എന്ന പരാതിയിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി ശ്വേതാ മേനോൻ.